Dear children, Information and Communication ടെക്നോളജിയിലെ അനലൈസിംഗ് ഡാറ്റ ഇൻ ദി കമ്പ്യൂട്ടർ എന്നുള്ള 6th ചാപ്റ്ററാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡാറ്റ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാം. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള ലിബ്രെ ഓഫീസ് കാൽക്ക് എന്നുള്ള സോഫ്റ്റ്വെയർ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. കാൽക്ക് എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ലിബ്രെ ഓഫീസ് കാൽക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതിനായി ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന ഓർഡറിൽ ക്ലിക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബ്രെ ഓഫീസ് കാൽക്ക്. റോസും കോളംസും ഒക്കെയുള്ള ഒരു ഷീറ്റാണ് ഇവിടെ ഓപ്പണായി വന്നിരിക്കുന്നത്. ABCD എന്നിങ്ങനെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് സൂചിപ്പിക്കുന്നത് കോളംസും 1 2 3 നമ്പേഴ്സ് സൂചിപ്പിക്കുന്നത് റോസുമാണ്. റോയും കോളവും കൂടി ചേരുന്ന ഭാഗത്തെ സെൽസ് എന്നാണ് വിളിക്കുന്നത്. B എന്ന കോളത്തിലെ 6th റോയും കൂടി ചേരുമ്പോൾ B6 എന്നുള്ള സെല്ലാകും. എല്ലാ സെല്ലുകൾക്കും അഡ്രസ്സ് ഉണ്ട്. അഡ്രസ്സ് നമുക്കിവിടെ നെയിം ബോക്സിൽ കാണാവുന്നതാണ്. B6 എന്നാണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്ന സെല്ലിൻ്റെ അഡ്രസ്സ്. സോഷ്യൽ സയൻസ് സെക്കൻഡിലെ സൺ ദി അൾട്ടിമേറ്റ് സോഴ്സ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡെയിലി മീൻ ടെമ്പറേച്ചറിനെ കുറിച്ച് പഠിച്ചത് ഓർക്കുന്നുണ്ടാകും. എന്തായിരുന്നു ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ഡെയിലി മീൻ ടെമ്പറേച്ചർ ഈസ് ദി ആവറേജ് ഓഫ് ദി മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഇൻ എ ലൊക്കാലിറ്റി. ഒരു ലൊക്കാലിറ്റിയിലെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറിൻ്റെയും ആവറേജ് ആണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ ടെമ്പറേച്ചറാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ആ ടെമ്പറേച്ചർ മാക്സിമം ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്, മിനിമം ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. നമ്മളിനി കണ്ടുപിടിക്കാനുള്ളത് ഡെയിലി മീൻ ടെമ്പറേച്ചറാണ്. എങ്ങനെയാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആവറേജ് ടെമ്പറേച്ചർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇന്ത്യൻ മീറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റായിട്ടുള്ള imd.gov.in എന്നുള്ള സൈറ്റിൽ നിന്ന് പ്രധാനപ്പെട്ട സിറ്റീസിലെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആക്ടിവിറ്റി 6.1 ലെറ്റ്സ് ഫൈൻഡ് ദി ആവറേജ് ടെമ്പറേച്ചർ. ആവറേജ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് മിനിമം ടെമ്പറേച്ചറിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള സെല്ലിൽ നമ്മൾ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് ടൈപ്പ് ചെയ്യുവാണ്. ഫസ്റ്റ് സെല്ലിൽ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നുള്ള ഹെഡിങ് ടൈപ്പ് ചെയ്യാം. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നുള്ള ഹെഡിങ് ടൈപ്പ് ചെയ്തു. ഡെയിലി മീൻ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസൾട്ട് വരുന്നതിന് വേണ്ടിയിട്ട് റിസൾട്ട് ഏത് സെല്ലാണോ വരേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക. അതായത് ഇവിടെ ആഗ്രയുടെ ഡെയിലി മീൻ ടെമ്പറേച്ചറാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആഗ്രയ്ക്ക് നേരെയുള്ള റിസൾട്ട് വരേണ്ട സെല്ല് സെലക്ട് ചെയ്തു. അത് E എന്ന കോളത്തിലെ സെക്കൻഡ് റോയാണ്. E2 എന്നാണ് ആ സെല്ലിൻ്റെ അഡ്രസ്സ്. നെയിം ബോക്സിൽ നിങ്ങൾക്ക് E2 എന്നുള്ള അഡ്രസ്സ് കാണാം. ഇവിടെ E2 എന്നുള്ള സെല്ല് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ആ സെല്ലിൽ നമ്മൾ ഈക്വൽ ടു എന്നുള്ള സൈൻ ടൈപ്പ് ചെയ്യുക. എല്ലാ ഫോർമുലാസ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ഈക്വൽ ടു സൈൻ ആവശ്യമുണ്ട്. സം കണ്ടുപിടിക്കേണ്ടത് ഈ 2 നമ്പേഴ്സിൻ്റെയാണ്. ആ 2 സെല്ലുകൾ സെലക്ട് ചെയ്തു. ഇനി കീബോർഡിലെ എൻ്റർ എന്നുള്ള കീ പ്രസ് ചെയ്യുക. ഇവിടെ ആഗ്രയുടെ ഡെയിലി മീൻ ടെമ്പറേച്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓരോ സെല്ലിലും ഇതേ പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ ഈ സെല്ലിൻ്റെ ഈ കോർണറിൽ കൊണ്ടുവരുമ്പോഴേക്കും ഒരു പ്ലസ് സൈൻ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആ ടെക്നിക്കിനെ ഫിൽ ഹാൻഡിൽ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ 8th പഠിച്ചിട്ടുള്ളതാണ് ഫിൽ ഹാൻഡിൽ എന്നുള്ള ഓപ്ഷൻ. ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് നമുക്ക് എവിടെ വരെ വേണമോ അവിടെ വരെ ഡ്രാഗ് ചെയ്യുക. എല്ലാ സെല്ലിലും ഇതേ ഫംഗ്ഷൻ തന്നെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഈ സെൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഇൻപുട്ട് ലൈൻ എന്നുള്ള ഈ ഭാഗത്തെ ഫോർമുല വന്നിരിക്കുന്നത് നോക്കുക. ആദ്യത്തെ സെല്ലിൽ C2 D2 എന്നുള്ളതായിരുന്നു. അടുത്ത സെല്ലിൽ അത് C3 D3. അങ്ങനെ ഓരോ സെല്ലിലും അത് നമ്പേഴ്സ് വ്യത്യാസം വരും. നമ്മളിവിടെ ഏതെങ്കിലും ഒരു നമ്പറിൽ ഇപ്പോൾ ഈ 39 പകരം ടീച്ചർ ഇവിടെ 40 ആക്കുവാണെങ്കിൽ 40 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി മീൻ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ മാറ്റം വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഡെസിമൽ പോയിൻറ്റിന് ശേഷം 5 ഫിഗേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. 5 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 5 റൗണ്ട് ചെയ്ത് എഴുതാനായിട്ട് ഈ നമ്പേഴ്സിനെ റൗണ്ട് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. ചെറിയ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ റൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. കാൽക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഡെയിലി മീൻ ടെമ്പറേച്ചറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഹെഡിങ് ടൈപ്പ് ചെയ്യുക. ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ് എന്നുള്ള ഹെഡിങ് ടൈപ്പ് ചെയ്യുക. ഹെഡിങ് ടൈപ്പ് ചെയ്ത ശേഷം തൊട്ടടുത്ത സെല്ല് റിസൾട്ട് വരേണ്ട സെല്ല് സെലക്ട് ചെയ്യുക.
ടൂൾ ബാറിൽ നിന്ന് ഫംഗ്ഷൻ ടൂൾ, ഇവിടെ ഫംഗ്ഷൻ വിസാർഡ് എന്നുള്ള ഈ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ ഫംഗ്ഷൻസും ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ വിസാർഡ് തന്നെ നമുക്ക് ഇൻസേർട്ട് എന്നുള്ള മെനുവിൽ നിന്ന് ലഭിക്കും. ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഫംഗ്ഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. Ctrl+F2 എന്നുള്ളത് അതിൻ്റെ ഷോർട്ട് കട്ടാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പണായി വരുന്നത്. റൗണ്ട് എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നത്. കാറ്റഗറി എന്നുള്ള ഓപ്ഷനിൽ നിന്ന് മാത്തമാറ്റിക്കൽ എന്നുള്ള ഓപ്ഷനിൽ നിന്ന് നമുക്ക് റൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. റൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. റൗണ്ട് ചെയ്യേണ്ട നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. നമുക്കിവിടെ കാണുന്ന സെലക്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ ഉണ്ടായിരുന്ന വിൻഡോ കുറച്ച് ചെറുതായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഏത് നമ്പറിനെയാണോ റൗണ്ട് ചെയ്യേണ്ടത് ആ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ E2 എന്നുള്ള നമ്പറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മളിവിടെ റിസൾട്ട് വരേണ്ട സെല്ല് സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഫംഗ്ഷൻ എടുത്തത്. വീണ്ടും ഷ്രിങ്ക് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വലുതാകും. കൗണ്ട് എന്നുള്ള ഓപ്ഷന് നേരെ എത്ര നമ്പേഴ്സിനാണ് റൗണ്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇപ്പോൾ ഡെസിമൽ പോയിൻറ്റിന് ശേഷം നമ്പേഴ്സ് ഒന്നും വേണ്ട എന്നാണെങ്കിൽ 0 എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. 0 എന്നുള്ള ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. 0 എന്ന ഓപ്ഷൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഓക്കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫിൽ ഹാൻഡിൽസ് ഉപയോഗിച്ച് ഇത് എല്ലാ സെല്ലിലേക്കും നമുക്ക് എല്ലാ സെല്ലിലെയും നമ്പേഴ്സിനെ റൗണ്ട് ചെയ്യാം. ഫിൽ ഹാൻഡിൽ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സെല്ലിലെയും നമ്പേഴ്സിനെ റൗണ്ട് ചെയ്തു. ഇനി ഈ ഡാറ്റയെ കാറ്റഗറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തരംതിരിക്കുക. ഏതെങ്കിലും ഒരു ഓർഡറിൽ നമുക്കിതിനെ തരംതിരിക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളെ വാം ക്ലൈമറ്റ് എന്നും 25 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള സ്ഥലങ്ങളെ കൂൾ ക്ലൈമറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇഫ് എന്നുള്ള ഫംഗ്ഷനാണ്. G എന്നുള്ള സെല്ലിൽ നമുക്ക് ക്ലൈമറ്റ് എന്നുള്ള ഹെഡിങ് ടൈപ്പ് ചെയ്യാം. ക്ലിക്ക് ഓൺ ഫംഗ്ഷൻ ടൂൾ ആഫ്റ്റർ സെലക്ടിങ് ദി സെൽ വെർ ഷുഡ് യു ഗെറ്റ് ദി റിസൾട്ട്. ഇവിടെ G2 എന്നുള്ള സെല്ലാണ് നമ്മൾ റിസൾട്ട് വരുന്നതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. G2 എന്ന സെല്ല് സെലക്ട് ചെയ്തു. വീണ്ടും ഫംഗ്ഷൻ ടൂൾ സെലക്ട് ചെയ്തു. ഫംഗ്ഷൻ ടൂളിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇഫ് എന്നുള്ള ഫംഗ്ഷനാണ്. കാറ്റഗറി എന്ന ഓപ്ഷനിൽ നിന്ന് ലോജിക്കൽ എന്നുള്ള കാറ്റഗറി എടുക്കുക. ലോജിക്കൽ എന്നുള്ള കാറ്റഗറിയിൽ ഇഫ് എന്നുള്ള ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ് എന്നുള്ള ഫീൽഡിന് നേരെ നമ്മൾ കൊടുക്കേണ്ടത് ഏത് ഫീൽഡാണോ നമ്മുടെ കണ്ടീഷൻ എന്താണെന്നാണ് അവിടെ കൊടുക്കേണ്ടത്. അതായത് ഇവിടെ ഏത് ഫീൽഡാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ് എന്നുള്ള ഫീൽഡാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ സെലക്ട് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡെയിലി മീൻ ടെമ്പറേച്ചറിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യാം. അതായത് ഇവിടെ F2 എന്നുള്ള സെല്ല് സെലക്ട് ചെയ്തു. F2 ലെസ് ദാൻ 25 എന്ന് ടൈപ്പ് ചെയ്യാം. F2 ലെസ് ദാൻ 25 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഷ്രിങ്ക് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരത്തെ പോലെ വലിയ സ്ക്രീനായി. ദെൻ വാല്യൂ എന്നതിന് നേരെ നമ്മൾ എന്താണോ റിസൾട്ട് വരേണ്ടത്, അതായത് ഈ F2 എന്ന് പറയുന്നത് 25-ൽ താഴെയാണെങ്കിൽ നമ്മൾ കാണിക്കേണ്ട റിസൾട്ട് കൂൾ ക്ലൈമറ്റ് എന്നുള്ളതാണ്. F2 25 എബോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാം ക്ലൈമറ്റ് എന്നും കാണിക്കണം. അപ്പോൾ ഇത് റിസൾട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഇവിടെ രണ്ടിടത്ത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഡബിൾ കോട്ട്സിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. F2 സെല്ലിലെ വാല്യൂ 25 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണെങ്കിൽ നമ്മൾക്ക് കിട്ടേണ്ട റിസൾട്ട് കൂൾ ക്ലൈമറ്റ് എന്നതാണ്. ദെൻ വാല്യൂ എന്നതിന് നേരെ ആ റിസൾട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഡബിൾ കോട്ട്സിനകത്താണ് റിസൾട്ട് ടൈപ്പ് ചെയ്യേണ്ടത്. അതായത് F2 എന്ന സെല്ലിലെ വാല്യൂ 25-ൽ താഴെയാണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് കൂൾ ക്ലൈമറ്റ് എന്നാണ്. അതർവൈസ് വാല്യൂ എന്നതിന് നേരെ വാം ക്ലൈമറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. അതർവൈസ് വാല്യൂവിന് നേരെ ഡബിൾ കോട്ട്സിനകത്ത് വാം ക്ലൈമറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഓക്കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലൈമറ്റ് എന്നുള്ള സെല്ലിൽ നമ്മളുടെ ആദ്യത്തെ സെല്ലിലെ റിസൾട്ട് 31 ആയിരുന്നു.
എബോവ് 25 ആയതുകൊണ്ട് തന്നെ അവിടെ വാം ക്ലൈമറ്റ് എന്നാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ സെല്ലിലെയും റിസൾട്ട് കണ്ടുപിടിക്കാം. എബോവ് 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ വാം ക്ലൈമറ്റ് എന്നും ബിലോ 25 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂൾ ക്ലൈമറ്റ് എന്നും വന്നിരിക്കുന്നത് കാണാം. അങ്ങനെ നമുക്ക് ഏത് ഡാറ്റേനെ വേണമെങ്കിലും ക്ലാസിഫൈ ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ മാർക്കാണ് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ പാസ്സായോ ഫെയിലായോ അങ്ങനെയുള്ള റിസൾട്ടൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇഫ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷനാണ് ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന മറ്റൊരു ഫംഗ്ഷനാണ് ലുക്കപ്പ് എന്നുള്ള ഫംഗ്ഷൻ. ഇഫ് ഫംഗ്ഷനിൽ നമുക്ക് 2 കണ്ടീഷനെ കൊടുക്കാനായിട്ട് സാധിച്ചുള്ളൂ. അതായത് കൂൾ ക്ലൈമറ്റ് അല്ലെങ്കിൽ വാം ക്ലൈമറ്റ്. 25 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണെങ്കിൽ കൂൾ ക്ലൈമറ്റ് എന്നും 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണെങ്കിൽ വാം ക്ലൈമറ്റ് എന്നും കൊടുത്തു. അല്ലെ ഇപ്പോൾ നമ്മളൊരു മാർക്കിൻ്റെ കേസാണെങ്കിൽ പാസ്ഡായോ ഫെയിൽഡായോ എന്നുള്ള അങ്ങനെ രീതിയിൽ 2 കണ്ടീഷൻസ് ഇഫ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 2-ലധികം കണ്ടീഷൻസ് കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ലുക്കപ്പ് എന്നുള്ള ഫംഗ്ഷൻ. ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടെമ്പറേച്ചർ ബിലോ 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ കൂൾ ക്ലൈമറ്റ് എന്നും ടെമ്പറേച്ചർ ബിറ്റ്വീൻ 20 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ മോഡറേറ്റ് ക്ലൈമറ്റ് എന്നും ടെമ്പറേച്ചർ എബോവ് 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഹോട്ട് ക്ലൈമറ്റ് എന്നുമാണ് നമ്മളുടെ ഈ ടേബിളിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മൾ 2 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ മാത്രമായിരുന്നു ചെയ്തിരുന്നത്. ബിലോ 20 ആണെങ്കിൽ കൂൾ ക്ലൈമറ്റ് എന്ന് വരേണ്ടത്. 20ക്കും 30ക്കും ഇടയിലാണെങ്കിൽ മോഡറേറ്റ് ക്ലൈമറ്റ് എന്നും ടെമ്പറേച്ചർ എബോവ് 30 ഡിഗ്രി സെൽഷ്യസിൽ ഹോട്ട് ക്ലൈമറ്റ് എന്നും വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ലുക്കപ്പ് ടേബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു ടേബിൾ, അതായത് നമ്മളുടെ ഈ കണ്ടീഷൻ കൊടുത്തുകൊണ്ട് 0 ആണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 0 തുടങ്ങി 20 വരെയുള്ള നമ്പേഴ്സ്, അതായത് 19 വരെയുള്ള നമ്പേഴ്സ് വരേണ്ടത് കൂൾ ക്ലൈമറ്റ് എന്നുള്ള ഓപ്ഷനിലാണ്. 20 തുടങ്ങിയുള്ള റിസൾട്ട് വരേണ്ടത് മോഡറേറ്റ് ക്ലൈമറ്റ് എന്നതിലാണ്. ഹോട്ട് ക്ലൈമറ്റ് എന്നാണ് 30 എബോവ് വരേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ഒരു ടേബിൾ ആദ്യം ടൈപ്പ് ചെയ്യുക, ശേഷം സെലക്ട് ചെയ്യുക. ടേബിൾ സെലക്ട് ചെയ്ത ശേഷം ഡാറ്റ എന്നുള്ള മെനുവിൽ നിന്ന് ഡാറ്റ മെനുവിലെ ഡിഫൈൻ റേഞ്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെയിം എന്നതിന് നേരെ ഈ ലുക്കപ്പ് ടേബിളിന് ഒരു പേര് കൊടുത്തുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാം. ക്ലൈമറ്റ് എന്ന് പേര് കൊടുത്തുകൊണ്ട് ഓക്കെ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലൈമറ്റ് നേരത്തെ നമ്മൾ കൊടുത്തിരുന്ന ആദ്യത്തെ ടീച്ചർ കളഞ്ഞു. വാം ക്ലൈമറ്റ്, കൂൾ ക്ലൈമറ്റ് എന്ന ഇഫ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തിരുന്ന ആ ക്ലാസിഫിക്കേഷൻ ഇവിടെ കളഞ്ഞതിന് ശേഷമുള്ളതാണിത്. ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫംഗ്ഷൻ വിസാർഡിൽ നിന്ന് ലുക്കപ്പ് എന്നുള്ള ഫംഗ്ഷൻ സെലക്ട് ചെയ്യാം. കാറ്റഗറിയിൽ സ്പ്രെഡ്ഷീറ്റ് എന്ന കാറ്റഗറിയിലാണ് ലുക്കപ്പ് എന്ന ഫംഗ്ഷൻ ഉള്ളത്. ലുക്കപ്പ് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ക്രൈറ്റീരിയ എന്നതിന് നേരെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ ക്രൈറ്റീരിയ ഡെയിലി മീൻ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ F2 എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെർച്ച് ക്രൈറ്റീരിയ എന്നതിന് നേരെ ടൈപ്പ് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്താൽ മതിയാകും. സെർച്ച് വെക്റ്ററിന് നേരെ ലുക്കപ്പ് ചാർട്ട്, നേരത്തെ ഒരു ചെറിയൊരു ചാർട്ട് നമ്മളൊരു കണ്ടീഷൻ കൊടുത്തുകൊണ്ട് ചാർട്ട് സേവ് ചെയ്തായിരുന്നു. ഡിഫൈൻ റേഞ്ചിൽ സേവ് ചെയ്തപ്പോഴുള്ള പേരാണ് അവിടെ കൊടുക്കേണ്ടത്. ക്ലൈമറ്റ് എന്ന പേരാണ് അവിടെ ടൈപ്പ് ചെയ്തത്. ക്ലൈമറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. സെർച്ച് വെക്റ്ററിന് നേരെ ക്ലൈമറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. നേരത്തെ ലുക്കപ്പ് ചാർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്ത പേരാണ് ക്ലൈമറ്റ് എന്നത്. അതിനുശേഷം ഓക്കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. റിസൾട്ട് വെക്റ്ററിന് നേരെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ റിസൾട്ട് ഇവിടെ കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റിസൾട്ട് നേരെ ഹോട്ട് ക്ലൈമറ്റ് എന്ന് വന്നിട്ടുണ്ട്. ഇത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ എറർന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഓക്കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
ഹോട്ട് ക്ലൈമറ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാ സെല്ലിലേക്കും നമ്മളുടെ എല്ലാ സെല്ലിലെയും റിസൾട്ട് ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. സീറോ തുടങ്ങി 19 വരെയുള്ള നമ്പേഴ്സ് ഉള്ള സെല്ലിൽ കൂൾ ക്ലൈമറ്റ് എന്നും 20 തുടങ്ങി 30 വരെയുള്ള 29 വരെയുള്ള സെല്ലിൽ മോഡറേറ്റ് ക്ലൈമറ്റ് എന്നുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. 30 എബോവ് ആയിട്ടുള്ള സെല്ലുകളിൽ ഹോട്ട് ക്ലൈമറ്റും എന്നാണ് വന്നിരിക്കുന്നത്. ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടി സ്പ്രെഡ്ഷീറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഫംഗ്ഷനാണ് ഓട്ടോ ഫിൽറ്റർ എന്നുള്ളത്. ഓട്ടോ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ട് എനി വൺ ഓഫ് ദി സെൽ ഫ്രം ദ ടൈറ്റിൽ സെൽസ്. ഈ ടൈറ്റിൽ സെല്ലിൽ നിന്ന് ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക. ടൂൾ ബാറിലെ ഓട്ടോ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ടൂൾ ബാറിലെ ഓട്ടോ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓട്ടോ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഡാറ്റ എന്നുള്ള മെനുവിൽ നിന്നും ഓട്ടോ ഫിൽറ്റർ അവൈലബിൾ ആണ്. ഡാറ്റ എന്നുള്ള മെനുവിലും ഓട്ടോ ഫിൽറ്റർ നമുക്ക് കിട്ടും. വീണ്ടും കളയണമെങ്കിൽ നമ്മൾ വീണ്ടും അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്തു. ഓട്ടോ ഫിൽറ്റർ വേണ്ട എന്ന് വെക്കണമെങ്കിൽ വീണ്ടും ഓട്ടോ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഈ ഓട്ടോ ഫിൽറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഡെയിലി മീൻ ടെമ്പറേച്ചർ 30 ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രം നമുക്ക് കാണണമെങ്കിൽ 30 എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 30 ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമായിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഈ രീതിയിലുള്ള ക്ലാസിഫിക്കേഷനെയാണ് ഓട്ടോ ഫിൽറ്റർ എന്ന് വിളിക്കുന്നത്. സ്പ്രെഡ്ഷീറ്റ് വിൻഡോയിൽ നമുക്ക് ഒന്നിലധികം ഷീറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഇവിടെ ഷീറ്റ് 1 എന്നതാണ് ഇവിടെ കാണുന്നത്. ഈ ഷീറ്റ് 1ന് തൊട്ട് മുൻപിലായിട്ട് കാണുന്ന പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷീറ്റ് 2, അതുപോലെ ഷീറ്റിൻ്റെ പേരുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. റീനെയിം ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഷീറ്റിന് പുതിയ പേര് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പുതിയ ഷീറ്റുകൾ ഇവിടെ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. പുതിയ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്ലസ് സൈനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഏത് ഷീറ്റിലേക്ക് വേണമെങ്കിൽ ഈ ആരോ ഉപയോഗിച്ച് നമുക്ക് പോവാനായിട്ട് സാധിക്കും. നമുക്കിനി 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കാണിക്കുന്ന സ്ഥലങ്ങളെയാണ് കാണേണ്ടതെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നതിൽ നിന്ന് 25 എല്ലാത്തിനും നേരെയുള്ള ടിക്ക് മാർക്ക് മാറ്റിക്കളയുക. അതിനുശേഷം 25 എന്നത് മാത്രം ടിക്ക് ചെയ്യുക. ഓക്കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളെ മാത്രമായിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഓട്ടോ ഫിൽറ്റർ പോലെ തന്നെയുള്ള മറ്റൊരു ഫംഗ്ഷനാണ് സ്റ്റാൻഡേർഡ് ഫിൽറ്റർ എന്നത്. ഡാറ്റ മെനുവിൽ നിന്ന് മോർ ഫിൽറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മോർ ഫിൽറ്റേഴ്സിൽ സ്റ്റാൻഡേർഡ് ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഫീൽഡ് നെയിം ഇവിടെ ഡെയിലി മീൻ ടെമ്പറേച്ചർ നമുക്ക് ഏത് ഫീൽഡാണോ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, അതായത് ഇവിടെ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഇവിടെ ഡെയിലി മീൻ ടെമ്പറേച്ചർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അങ്ങനെ കണ്ടീഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ക്ലൈമറ്റ് ആണെങ്കിലും അതുപോലെ കണ്ടീഷൻ ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഈക്വൽ ടു എന്നുള്ള കൊടുക്കാം. കൂൾ ക്ലൈമറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രം ഡിസ്പ്ലേ ചെയ്യണം, മോഡറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രം, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഇവിടെ കൊടുക്കാം. അതല്ല ഏതെങ്കിലും ഒരു പ്ലേസിൻ്റെ പേരാണ് കൊടുക്കേണ്ടതെങ്കിൽ പ്ലേസ് ഈക്വൽ ടു ഏതെങ്കിലും ഒരു പ്ലേസിൽ മാത്രമാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ ആ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ഡാറ്റയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ചെയ്ത് നോക്കാം. ഇവിടെ ഡെയിലി മീൻ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ കൊടുത്തു. ഇവിടെ 29 എന്നുള്ളത് കൊടുത്തു. ഓക്കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. 29ൽ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളുടെ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടെമ്പറേച്ചർ 29 ഡിഗ്രി സെൽഷ്യസിൽ എബോ ആയിട്ടുള്ള സ്ഥലങ്ങളിലെ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മളുടെ ഡാറ്റയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും.
ഫങ്ഷൻസും ഫോർമുലാസും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റിൽ നിന്ന് മറ്റൊരു ഷീറ്റിലേക്ക് ഡാറ്റ കോപ്പി ചെയ്യുമ്പോഴേക്കും കൃത്യമായിട്ട് കോപ്പി ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് എഡിറ്റ് മെനുവിലെ പേസ്റ്റ് സ്പെഷ്യൽ എന്നത്. കോപ്പി ചെയ്യേണ്ട ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ കോപ്പി, പുതിയൊരു ഷീറ്റിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യാം. പുതിയൊരു ഷീറ്റിൽ കോളം എയിൽ പേസ്റ്റ് ചെയ്തു. പേര് ഇവിടെ സ്ഥലങ്ങളുടെ പേരുകളിൽ ഫംഗ്ഷനൊന്നും ഉപയോഗിക്കാത്ത കാരണം അത് കൃത്യമായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിവിടെ ഇപ്പോൾ ഈ ഹോട്ട് ക്ലൈമറ്റ് എന്നൊക്കെ ഉള്ളത് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാം കൃത്യമായിട്ട് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെയും സെലക്ട് ചെയ്യുക, കോപ്പി, അടുത്ത സെല്ലിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് മെനുവിലെ പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് മെനുവിലെ പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടെക്സ്റ്റ് നമ്പേഴ്സ് എന്നതിന് നേരെയുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. You may not able to open the spreadsheet file that we saved in the computer that has a different operating system or a Office application or on any other device. This problem can be solved by converting file to PDF format. നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഫയലിനെ സ്പ്രെഡ്ഷീറ്റിൽ നമ്മളുടെ കാൽക്ക് എന്നുള്ള സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ മറ്റേതെങ്കിലും സോഫ്റ്റ്വെയറിലോ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിനക്സ് എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിൻഡോസ് എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും കൃത്യമായിട്ട് ഓപ്പൺ ആകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാനൊക്കെയുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിതിനെ PDF രൂപത്തിലേക്ക് മാറ്റാം. PDF രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഫയൽ മെനുവിൽ നിന്ന് എക്സ്പോർട്ട് ആസ് PDF എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ വന്നിരിക്കുന്ന വിൻഡോയിൽ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ നെയിം കൊടുക്കുക. ഏത് ഫയലിലേക്കാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഡോക്യുമെൻറ്റ്സിലേക്കാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് PDF ഫോർമാറ്റിൽ ഡോക്യുമെൻറ്റ്സിൽ സേവ് ആകും. എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യുന്നതാണ് PDFൻ്റെ പ്രത്യേകത. പ്രിൻ്റ് എടുക്കാനൊക്കെ എളുപ്പമാണ് PDF. You can protect your files from unnecessary editing using the facility Protect Sheet. പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്നുള്ള ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത എഡിറ്റിങ്ങുകളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ഷീറ്റ് ഇങ്ങനെ തന്നെയാണെങ്കിൽ ഏതെങ്കിലും നമ്പേഴ്സൊക്കെ അറിയാതെയാണെങ്കിലും ചിലപ്പോൾ മാറിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മളുടെ ഡീറ്റെയിൽസ് ഒന്നും ചേഞ്ച് ചെയ്യാതെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്നുള്ളത്. ടൂൾസ് എന്നുള്ള മെനുവിലാണ് അതുള്ളത്. ടൂൾസ് മെനുവിൽ നിന്ന് പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പാസ്വേഡ് കൊടുക്കുക. ആ കൊടുത്ത പാസ്വേഡ് തന്നെ, ആദ്യം കൊടുത്ത പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യണം. പാസ്വേഡ് ടൈപ്പ് ചെയ്ത ശേഷം ഓക്കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഫിഗർ മാറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും ഇവിടെ പ്രൊട്ടക്റ്റഡ് സെൽസ് കനോട്ട് ബി മോഡിഫൈഡ് എന്നുള്ള മെസ്സേജ് കാണിക്കും. നമുക്ക് ഈ സെല്ല് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ടൂൾസിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ഷീറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പാസ്വേഡ് കൊടുത്ത ശേഷം മാത്രമേ നമുക്ക് ആ ഷീറ്റിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അനലൈസിംഗ് ഡാറ്റ എന്ന 6th ചാപ്റ്ററിലെ എല്ലാ ആക്ടിവിറ്റികളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.